ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുൻപ് ആചാര്യ അക്കാഡമിയിലെ കേട്ടറ്റ്, സെറ്റ്, HSA മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്നീ കോച്ചിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: let G be a cyclic group of order 16, then the number of subgroup of G will be. ഓക്കെ, ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ 16 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ജി എന്ന് പറയുന്നത് ഓർഡർ 16 വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സ് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എത്രയാണ് ഓർഡർ എന്ന് പറയുന്നത്? 16 ആണ് അല്ലേ? സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ 16 ആണ്. ദെൻ അതിലുള്ള നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഹാവിങ് n എലിമെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ഡിവൈസേഴ്സ് നോക്കിയാൽ മതി. ഓക്കെ, ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് നോക്കിയാൽ മതി? ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണോ അതിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ്, എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പും എന്ത് തന്നെ ആയിരിക്കും? സൈക്ലിക് തന്നെ ആയിരിക്കും അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. എവരി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഓൾസോ സൈക്ലിക്. ഓക്കെ, അതായത് ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എന്ത് തന്നെ ആയിരിക്കും? അതും സൈക്ലിക് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് നോക്കിയാൽ മതി? എത്ര ഡിവൈസേഴ്സ് ഉണ്ട്? ഓക്കെ, ഓർഡറിൻ്റെ ഡിവൈസേഴ്സ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഓർഡർ 16 അല്ലേ? 16ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. 1, 2, 4, 8, 16 ഇതൊക്കെയല്ലേ ഫാക്ടേഴ്സ്? എത്ര ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്? 5 ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 5 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് ഇങ്ങനെ എണ്ണി നോക്കാതെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ തന്നിരിക്കുന്ന നമ്പറിനെ പ്രൈം നമ്പറിൻ്റെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, 2⁴ എന്നാണ് കിട്ടിയിരിക്കുന്നത്. 16 നമുക്ക് 2⁴ എന്ന് എഴുതാം. പ്രൈം നമ്പറിൻ്റെ പവറായി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 2⁴ എന്നാണ് കിട്ടുന്നത്. ദെൻ എന്താണ് ഇതിൻ്റെ പവർ ഉണ്ടല്ലോ? പവർ +1. ഓക്കെ, 4 ആണ് പവർ. അപ്പോൾ 4 + 1 എത്രയാണ്? 5. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ 3⁻² എന്നുള്ളൊരു നമ്പർ കൂടി ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പവറിൻ്റെ +1 ചെയ്യുന്നു, നെക്സ്റ്റ് നമ്പറിൻ്റെ പവറിന് +1 ചെയ്യുന്നു, എന്നിട്ട് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ജി എന്ന് പറയുന്നത് ഓർഡർ 16 വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് അതിലെത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഓർഡറിൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. ഇവിടെ 5 ഫാക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലെറ്റ് H and K are the subgroups of order 9 and 4 respectively. If order of G equal to 36, then the possible order of H intersection K. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറയുന്നത്? എച്ചും കെയും ഓർഡർ 9, 4 വരുന്ന സബ് ഗ്രൂപ്പുകളാണ്. അതുപോലെ ജിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട് 36 ആണ്. ദെൻ എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നോക്കാം. നോക്കൂ, എച്ചും കെയും ജി എന്ന ഗ്രൂപ്പിൻ്റെ 2 സബ് ഗ്രൂപ്പുകളാണെങ്കിൽ ഓർഡർ ഓഫ് എച്ച് കെ ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഓർഡർ ഓഫ് എച്ച് കെ ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ. ഇപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ പോസിബിൾ ഓർഡർ ആണല്ലേ? ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഇതിൽ നിന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നോക്കൂ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് കെ എന്ന് കിട്ടും അല്ലേ? ഓർഡർ ഓഫ് എച്ചും ഓർഡർ ഓഫ് കെയും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 9ഉം അതുപോലെ 4 ആണ്. ഓർഡർ ഓഫ് എച്ച് കെ എന്താ വരുന്നത് നോക്കൂ, അത് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ ആണിത്. ഓർഡർ ഓഫ് എച്ച് കെ ഈക്വൽ ടു LCM ഓഫ് ഓർഡർ ഓഫ് എച്ച് ആൻഡ് ഓർഡർ ഓഫ് കെ. ഓർഡർ ഓഫ് എച്ചിൻ്റെയും കെയുടെയും ഓർഡേഴ്സിൻ്റെ LCM ആയിരിക്കും എന്ന് പറയുന്നത് എച്ച് കെയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എച്ചിൻ്റെ ഓർഡർ 9, കെയുടെ ഓർഡർ 4. അപ്പോൾ 9ൻ്റെയും 4ൻ്റെയും LCM എന്ത് വരും?
36 വരും അല്ലേ. അപ്പോൾ ഓർഡർ ഓഫ് HK 36 ആണ്. അതുകൂടി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 9 × 4 36 ആണ്, ഡിവൈഡഡ് ബൈ 36, ആൻസർ എന്ത് വരും? 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് H ഇൻ്റർസെക്ഷൻ Kയുടെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇഫ് P ആൻഡ് Q ആർ പ്രൈം നമ്പേഴ്സ്, the number of generators of a cyclic group ZPQ is equal to. ഓക്കെ, ക്വസ്റ്റ്യൻ വ്യക്തമായി, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണമാണ്. ഇവിടെ എങ്ങനെയാണ്? നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ആണ് അല്ലേ. ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സൈക്ലിക് ഗ്രൂപ്പ് എങ്ങനെയാണ്? ZPQ, അതിൽ Pയും Q എന്താ? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ഓർഡർ വരുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് കണ്ടാൽ മതി? φ(n) കണ്ടാൽ മതി. φ(n) എന്ന് പറഞ്ഞാൽ എന്താണ്? യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, φ(n) എന്ന് പറയുന്നത് എന്താണ്? യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ ആണ്. ഇതെന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? അതിൽ എന്നിന് താഴെ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണമാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, എന്നിന് താഴെയായിട്ട് ഇൻഡിജേഴ്സ്, എന്നിന് താഴെ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സിൻ്റെ എണ്ണമാണ് യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഒത്തിരി പ്രോപ്പർട്ടീസും റിസൾട്ടുകളൊക്കെ വരുന്നൊരു സെക്ഷനാണ് ഈ യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിസൾട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. φ(mn) എന്ന് പറയുന്നത് φ(m) × φ(n). ഓക്കെ, φ(mn) ഈക്വൽ ടു എന്താണ്? φ(m) × φ(n) ആണ്. ആവുന്നത് എപ്പോഴാണ്? GCD of mn ഈക്വൽ ടു 1. അതായത് എമ്മും എന്നും കോ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ, കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ മാത്രമാണ് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? φ(mn) നമുക്ക് φ(m) × φ(n) എന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ φ(10) ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10നെ 5 × 2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, 5 × 2 എന്ന് എഴുതിയിട്ട് നമുക്ക് φ(5 × φ(2) എന്ന് എഴുതാം. കാരണം എന്താണ്? അതിന് 5നും 2നും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ φ(p) ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? p-1. ഏതൊരു പ്രൈം നമ്പറിൻ്റെയും യൂളേഴ്സ്-സ്റ്റോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ φ(17) ഒരു പ്രൈം നമ്പർ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ? φ(17) വാല്യൂ 16 ആണ്. അതിൽ നിന്ന് 1 കുറച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ n എന്ന് പറയുന്നത് ഓർഡർ അല്ലേ. ഓക്കെ, n എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ആണ് അല്ലേ. ഓർഡർ അതെന്താ? p × q ആണ്. ഇവിടെ ZPQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ PQ ആണല്ലേ. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും പ്രൈം ആണെന്ന് തന്നിട്ടില്ലേ. അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? φ(mn) × φ(n) കണ്ടോ? ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് φ(pq)നെ φ(p) × φ(q) എന്ന് എഴുതാം. φ(p) എന്താണ്? p-1 ആണ്. φ(q) എന്താ? q-1 ആണ്. കാരണം എന്താണ്? അത് രണ്ടും പ്രൈം നമ്പർ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് p-1 × q-1 എന്ന് എഴുതാം. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഫൈൻഡ് ചെയ്യാൻ φ(n) നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹോമോമോർഫിസം F of a group G into a group G' is 1 if and only if the kernel of the function F is. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹോമോമോർഫിസം എന്ന് പറയുന്നത്? ഗ്രൂപ്പ് തിയറിയിൽ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്? ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ദെൻ ഇനി എന്താ പറയുന്നത്? 1 ആവണമെങ്കിൽ കേണലിൽ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. M2 ആവണോ, അല്ലെങ്കിൽ ജീനെ കണ്ടെയ്ൻ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ? ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, G' ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഓപ്ഷൻസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടീഷൻ എന്ന് നോക്കാം. നോക്കൂ, kernel of a homomorphism F from G to G' is the set of all the element of G mapped to the identity element in G'. അതായത് കേണൽ എന്ന് പറഞ്ഞാൽ എന്നൊരു ഹോമോമോർഫിസിൻ്റെ കേണൽ എന്ന് പറഞ്ഞാൽ ജിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും, അതായത് G' ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന ജിയിലുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ. ഓക്കെ,
ജി ഡാഷിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന ജിയിലുള്ള എലമെൻറ്റിൻ്റെ കളക്ഷനെയാണ് എന്ന് പറയുന്നത് കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഹോമോമോർഫിസം 1 ആവണമെങ്കിൽ കേണലിൽ ഓൺലി ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേണൽ ഈക്വൽ ടു ഇ മീൻസ് എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷനാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഇനി കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ജിയിൽ നിന്ന് ജി ഡാഷിലോട്ടുള്ള ഒരു ഹോമോമോർഫിസം ആണെങ്കിൽ ജി ഡാഷിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന ജിയിലുള്ള എലമെൻസിൻ്റെ കളക്ഷനാണെന്ന് പറയുന്നത് കേണൽ എന്ന് പറയുന്നത്. അത് 1 ആവണമെങ്കിൽ കേണലിൽ ഓൺലി ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ഐസോമോർഫിസം ആവണമെങ്കിലും എന്തായിരിക്കും? കേണലിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈജക്റ്റീവ് ഹോമോമോർഫിസം ആണ് അല്ലേ? അതായത് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്, അതായത് 1 ഓൺ 2 ആയിരിക്കണം. അതിനാണ് ബൈജക്റ്റീവ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ബൈജക്റ്റീവ് ഹോമോമോർഫിസത്തിനെയാണ് എന്ത്? ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലെറ്റ് ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ്, ദെൻ ജി ഈസ് എ പി ഗ്രൂപ്പ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓർഡർ ഓഫ് ജി ഈസ്. ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അത് പി ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പി ഗ്രൂപ്പ് ആവണമെങ്കിൽ കണ്ടീഷൻ നോക്കിക്കോളൂ. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? പിയുടെ പവർ ആയിരിക്കണം അല്ലേ? അതായത് പ്രൈം നമ്പറിൻ്റെ പവർ ആയിരിക്കണം. എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ഈസ് എ പി ഗ്രൂപ്പ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഓർഡർ ഈസ് എ പവർ ഓഫ് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ പി ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറിൻ്റെ പവർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ താഴെ പറയുന്നവയിൽ പി ഗ്രൂപ്പ് ഏത് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് 84 എലിമെൻറ്റ്സ്. ഇഫ് എച്ച് ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെൻ മാക്സിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് പോസിബിൾ ഇൻ എച്ച് ഈസ്. ഇപ്പോൾ ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അതിൽ 84 എലിമെൻറ്റ്സ് ആണ് വരുന്നത്. എച്ച് എന്ന് പറയുന്നത് ജിയുടെ പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എന്താണ്? ജിയുടെ പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. ദെൻ മാക്സിമം നമ്പർ ഓഫ് എലിമെൻറ്റ് പോസിബിൾ ഇൻ എച്ച്. ഓക്കെ, എച്ചിൽ മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ എലിമെൻറ്റ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് അറിയാം അല്ലേ? സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ എലമെൻസിൽ നിന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് അല്ലേ? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ സെയിം സെറ്റ് വരാൻ പറ്റില്ല. അതല്ലേ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്? സെയിം സെറ്റ് തന്നെ വരാൻ പറ്റില്ല. നമുക്കറിയാം എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് അല്ലേ? ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. പക്ഷേ ആ സെയിം സെറ്റ് വരാതെയുള്ള ബാക്കിയുള്ള സെറ്റുകളെയാണ് എന്ത് പറയുന്നത്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു മീനിങ് ആണ് ഇവിടെ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ജി എന്ന് പറയുന്നത് n ഓർഡർ വരുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ പ്രോപ്പർ സബ് ഗ്രൂപ്പിലെ മാക്സിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി? അതിൻ്റെ ഹാഫ് എടുത്താൽ മതി, n/2. ഓക്കെ, ജിയിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ സബ് ഗ്രൂപ്പിലെ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് എലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n/2 ആയിരിക്കും. ഓക്കെ, ഇനി ലഗ്രാഞ്ചി തിയറം അനുസരിച്ചിട്ട് നോക്കൂ. ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് if H is a subgroup of G, then the order of H must divide the order of G. Okay, അതായത് ഇപ്പോൾ എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ചിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജിയുടെ ഓർഡറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ജിയുടെ ഫാക്ടേഴ്സ് ആയിരിക്കും, നമുക്കറിയാം അല്ലേ? അപ്പോൾ ജിയുടെ ഓർഡറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 16ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്. 8 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ്? സെയിം 16 ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും 16 ഒഴിച്ചിട്ടുള്ള ബാക്കി ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഏതൊരു നമ്പറിൻ്റെയും ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം വലിയ ഫാക്ടർ, ആ നമ്പർ ഒഴിച്ച് വലിയൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. അതേ കോൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണെങ്കിൽ അതിൽ പ്രോപ്പർ സബ് ഗ്രൂപ്പിൻ്റെ മാക്സിമം ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? n/2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്?
ആൻസർ ഏതാ വരിക? 84 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 42 കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദി നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം എ സൈക്ലിക് ഗ്രൂപ്പ് Z4 ഇൻ ടു ദി സൈക്ലിക് ഗ്രൂപ്പ് Z7 ഈസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് കണ്ടാൽ മതി? GCD ഫൈൻഡ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, ദി നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം Zm ടു Zn ഈക്വൽ ടു GCD ഓഫ് Mn. ഇവിടെ ഏതൊക്കെയാണ്? 4ഉം 7ഉം ആണ്. അപ്പോൾ അതിൻ്റെ GCD എത്രയാണ്? 1 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹോമോമോർഫിസം ഫ്രം Zm ടു Zn, ദെൻ ഹോമോമോർഫിസം ഓൺ ടു ആവണമെങ്കിൽ ഫൈ ഓഫ് n ഫൈൻഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസം ഫൈൻഡ് ചെയ്യാനായിട്ട് ഫൈ ഓഫ് n നോക്കിയാൽ മതി. 1 ആവണമെങ്കിൽ ഫൈ ഓഫ് എമ്മും ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഓഫ് 1 ഹോമോമോർഫിസം ഫൈൻഡ് ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി? ഫൈ ഓഫ് എമ്മും. നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസം ഫൈൻഡ് ചെയ്യാനായിട്ട് ഫൈ ഓഫ് എന്നും എത്രയാണെന്ന് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്